SNGS-HS കാരമുക്ക് ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നാണ്. 1920 മെയ് മാസം 15 കാരമുക്കിലെ പുതുതായി പണിത ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തി. വെളിച്ചമുണ്ടാകട്ടെ എന്നും ചുറ്റും സരസ്വതി ക്ഷേത്രങ്ങൾ ഉയരട്ടെ എന്നും അരുളി ചെയ്തപ്പോൾ വെളിച്ചത്തിന്റെ പ്രതിഫലനത്തിലൂടെ മനുഷ്യ മനസ്സിലെ ഇരുട്ടിനെ സ്വയം തുടച്ചു വൃത്തിയാക്കുക എന്നതും വിജ്ഞാനത്തിലൂടെ സമത്വം നേടാനുള്ള ദർശനമായി കണക്കാക്കേണ്ടിയിരുന്നു. തുടർന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം രൂപീകരിച്ച് ഒരു കുടിപ്പള്ളിക്കൂടവും ക്രമേണ LP സ്കൂൾ, UP ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായും വളർന്ന ജില്ലയിലെ തന്നെ പ്രശസ്തിയുള്ള സ്കൂളായി SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയത്തിലെത്തി നിൽക്കുന്നു. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 2 വാർഡുകളിലായി റോഡിന് ഇരുവശങ്ങളിലായാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രൈമറി വിഭാഗം പുതിയതായി നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നു. പ്രൈമറി വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും റോഡിന്റെ ഒരു വശത്തും, അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗം റോഡിന്റെ മറുഭാഗത്ത് ശ്രീ ചിദംബര ക്ഷേത്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ സൗകര്യപ്രദമായ ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. IT ലാബും സ്മാർട്ട് ക്ലാസുകളും ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വായനാശീലം വളർത്തുന്നതിനായി മികച്ച ലൈബ്രറിയും സ്കൂളിനുണ്ട്. വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തെ വളർച്ചയ്ക്കായി ആധുനിക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകി. കൂടാതെ ഒരു മിനി ഓഡിറ്റോറിയവും സ്കൂളിനടുത്ത് വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വിശാലമായ ഗ്രൗണ്ടുമുണ്ട്. ഞാൻ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. നമ്മുടെ 108 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. അതിൽ നല്ല മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. നമ്മുടെ സ്കൂളിൽ നമ്മളെ നല്ല പോലെ സപ്പോർട്ട് ചെയ്തത് PTA, മാനേജ്മെൻറ്റ്, എല്ലാവരുടെയും സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു സ്കൂള് ആയതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു കോച്ചിങ്ങും ഒക്കെ കൂടി ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു മികച്ച വിജയം ഈ പഞ്ചായത്തിൽ നമുക്ക് നേടാൻ സാധിച്ചത്. താങ്ക് യു. ഞാൻ SNGS-HS കാരമുക്ക് സ്കൂളിലത്തെ HM ആണ്. ഞങ്ങളുടെ ഈ സ്കൂളിന് 2024-25 അക്കാഡമിക് ഇയർ SSLC ബാച്ച് 23 ഫുൾ A+ നേടിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, ഭൂരിഭാഗം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാണ്ടാണ് അവർക്ക് ഫുൾ A+ കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സും അതേപോലെ തന്നെ PTA, മാനേജ്മെൻറ്റ് എല്ലാവരുമാണ്. നമ്മളുടെ ടീച്ചേഴ്സ് സ്പെഷ്യൽ ക്ലാസ്സും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്നെ വേണ്ട മോട്ടിവേഷനും ഒക്കെ നൽകി കുട്ടികളെ ഈ ഒരു A+ലേക്കുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ അവരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ശ്രീനാരായണ ഗുപ്ത സമാജത്തിലെ മാനേജറാണ്. എൻ്റെ പേര് പ്രദീപ്. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയ ഗ്രാമ ചാനലിനോട് ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിജയത്തിലേക്കുള്ളൊരു വഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ 23 ഫുൾ A+ ഉണ്ട്. അതിന് താഴെയായി നിൽക്കുന്ന 9 A+കാരുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലും നല്ല ഉയർന്ന വിജയശതമാനം തന്നെയാണ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാതിൻ്റെയും ക്രെഡിറ്റ് അവരെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കുമാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഈ കുട്ടികളെയൊക്കെ നല്ല നിലവാരമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അവർക്കെല്ലാവർക്കും ഞാൻ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ വക എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പറയുകയാണ്. ഇത് വീണ്ടും ഇവർ ഉയർത്തിക്കൊണ്ടുവരണം. ഇവിടെ മാത്രമല്ല, SNGS-ൽ പഠിച്ചതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ള മേഖലകളിൽ പോയാലും ഈ SNGS സ്കൂളിൻ്റെയും അതുപോലെ അവരുടെ രക്ഷിതാക്കളുടെയും പ്രയത്നവും ഉയർച്ചയും അവർക്കുണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേര് തീർത്ത. ഞാൻ പഠിച്ചത് SNGS-HS കാരമുക്ക് ഹൈസ്കൂളിലാണ്. ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ്സും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ A+ മേടിക്കാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
എൻ്റെ പേര് ഐറിൻ. ഞാൻ SNGSHS കാരമുക്ക് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ഓട് കൂടി പാസ്സായ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ആ ഒരു വിജയം നേടാനായിട്ട് ഈ സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാരൻസും സ്റ്റാഫ് PTA മാനേജ്മെന്റ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ട് നന്നായി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞങ്ങളെ നന്നായി പഠിപ്പിച്ചപ്പോൾ ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ പിള്ളേരുടെ എൻ്റെ കൂട്ടുകാരുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കും പ്ലസ് എന്ന് പറയാ ടീച്ചർമാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വിജയം കിട്ടിയതിൽ. പിന്നെ ഈ ഒരു ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് തരുന്ന ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് അഭിനവ് CM. ഞാൻ SNGS കാരമുക്ക് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് SLC ഫുൾ A+ ഉണ്ടായി. അതിൽ വലിയ പങ്ക് ടീച്ചർമാർക്കും ഉണ്ട്. അവർ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും മറ്റ് ഈവനിങ് ക്ലാസ്, മോർണിംഗ് ക്ലാസ് തുടങ്ങിയ എല്ലാ ക്ലാസ്സും എടുത്ത് ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. എല്ലാ ടീച്ചർമാർക്കും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന്. ഞങ്ങൾക്ക് +2 ഇതുപോലെ ഫുൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈ ന്യൂസ് ചാനൽ ഏർപ്പെടാക്കിയ ഗ്രാമീയ ചാനൽ വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ പേര് പൂജിത്തിയാർ. ഞാൻ SNGHS കാരമുക്കിലാണ് പഠിക്കുന്നത്. എനിക്ക് ഫുൾ A+ ലഭിച്ചു. അതിന് കാരണമായത് SNGSലെ ടീച്ചേഴ്സും അവിടുത്തെ എല്ലാവരുമാണ്. ഫുൾ A+ കിട്ടിയപ്പോൾ ഗ്രാമീയ ചാനൽ ഞങ്ങൾക്ക് അവാർഡിന് ഏർപ്പെടുത്തി. അതിന് ഗ്രാമീയ ചാനലിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അഞ്ജനി ത്രിലേഷ്. ഞാൻ SNGSH ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് +2 എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ ലഭിച്ചു. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും പാരൻസിനും എൻ്റെ വലിയ താങ്ക് യു.